ഗുഡ് മോർണിംഗ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് ഓർത്തു. രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. ഒരു 5:30 ആയപ്പോഴാണ് ഇന്ന് എഴുന്നേറ്റു. ചായയൊക്കെ ഇട്ടു. അതിന് ശേഷം ഞാൻ ദോശയാണ് ഇന്ന് ഉണ്ടാക്കിയത്. ദോശയും സാമ്പാറും ഉണ്ടാക്കാമെന്നാണ് ഓർത്ത്, പക്ഷേ വേണ്ടാന്നവൾ പറഞ്ഞുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയില്ല. ചമ്മന്തി ആക്കിയ മുളക് ചമ്മന്തിയും വെച്ചു, തേങ്ങാ ചമ്മന്തിയും. മീനൂട്ടിന് ഓംപ്ലേറ്റുമാണ് കൊടുത്തു വിടാനായിട്ട് ഞാനെല്ലാം റെഡിയാക്കിയത്. മീനു പിന്നെ ചായ കുടിക്കാത്തതുകൊണ്ട് മീനുവിന് ഞാൻ കോഫിയാണ് എടുത്തത്. കോഫി എടുത്ത് പിന്നെ എനിക്കതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഞാൻ ഒത്തിരി തിക്കായിട്ട് ചായ കുടിക്കത്തില്ല, കുറച്ച് വെള്ളം ചേർത്തിട്ടേ ഉള്ളൂ. അപ്പം മീനിനുള്ള പാല് മാറ്റിയിട്ട് എനിക്കും ചായയൊക്കെ ഇട്ടു. അതിനുശേഷം ഞാൻ മീനോട്ടിന് ടിഫിൻ ബോക്സ് എല്ലാം ഓക്കെ ആക്കി. പിന്നെ കുളിച്ചു. അന്ന് അമ്പലത്തിൽ പോകണമായിരുന്നല്ലോ, അന്ന് 1-ാം തീയതി അല്ലായിരുന്നു. രാവിലെ തന്നെ മീനുവിനെയും കൊണ്ട് അങ്ങ് അമ്പലത്തിൽ പോകാമെന്ന് വെച്ചു. 2-3 അമ്പലത്തിൽ പോകണമായിരുന്നേ. അങ്ങനെ ഞാൻ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നു. പിന്നെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നേ. 1-ാം തീയതിയിലെ വൃശ്ചികം ഒന്നായതുകൊണ്ട് ഞാൻ അമ്പലത്തിലെല്ലാം പോയി പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. മൊബൈൽ ഞാൻ എടുത്തില്ലായിരുന്നു, വണ്ടിക്കകത്ത് തന്നെ വെച്ചിട്ടാണ് പോയത്. അപ്പം ഐശ്വര്യമായിട്ട് 1-ാം തീയതിയിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എൻ്റെ കണ്ണനൊക്കെ ഉണ്ടോ? ദോശയും സാമ്പാറല്ല, സോറി, ചമ്മന്തിയും. സാമ്പാർ ഞാൻ വയ്ക്കാൻ രാവിലെ അവൾ ഇന്നലെ മീനൂട്ടം പറഞ്ഞു നമുക്ക് സാമ്പാർ വേണ്ടത്. ഈ ചമ്മന്തി അവൾക്ക് വലിയ ഇഷ്ടമല്ല, അവൾക്ക് മുളക് ചമ്മന്തിയാണ് ഇഷ്ടം. പിന്നെ ഓംപ്ലേറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല രാവിലെ. നല്ല ടേസ്റ്റ് ഉണ്ടാകും, നല്ല സ്മൂത്ത് ദോശ കേട്ടോ. പിന്നെ ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നേ. കറണ്ട് ഇല്ലായിരുന്നു, ഗ്യാസ് കറണ്ട് പോയി, അതുകൊണ്ട് ഭയങ്കര ഇരുട്ട്. എന്നാലും കുഴപ്പമില്ല, അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ എനിക്കിന്ന് കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് വെച്ചത്. എനിക്കിന്ന് നോയമ്പാണ്, അതുകൊണ്ട് 1-ാം തീയതിയിലുണ്ട്. ഞാൻ മീനൊന്നും വെച്ചില്ല. മീനുണ്ട്, വറുത്തതും കറി വെച്ചതുകൊണ്ട് ഞാൻ എടുക്കില്ല. ഞാൻ മെഴുക്കുവരട്ടി അച്ചാറും കൂട്ടി കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ കിഴങ്ങ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറണ്ട് വന്നേ. അതെല്ലാം കഴിഞ്ഞപ്പോൾ കുറേ പാത്രം ഉണ്ടായിരുന്നു. രാവിലെ കുറേ പാത്രമൊക്കെ ഞാൻ അപ്പോൾ എടുക്കുന്ന പാത്രം കഴുകി വെക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കഴിച്ച പാത്രവും പിന്നെ ഇതെല്ലാം വെച്ചൊക്കെ ഉണ്ടായിരുന്നേ. എൻ്റെ സൗണ്ട് പിന്നെ അടയ്ക്കുവാണ് ഗൈസ്. അങ്ങനെ ഞാൻ പാത്രം എല്ലാം കഴുകി വെച്ചു. പിന്നെ വീടും വരെ എല്ലാം തൂത്ത് വാരിയിട്ടു. വൈകിട്ടേ ഞാൻ തുടക്കത്തുള്ളൂ, അപ്പോഴത്തേക്ക് ഞാനങ്ങ് ക്ഷീണിച്ചു പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറേ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം പിന്നെ ലൈവിൽ വന്നായിരുന്നേ. ജോലിയെല്ലാം കഴിഞ്ഞു ലൈവിൽ വന്നു. പിന്നെ ഒരു 12:30 വരെ ലൈവിലിരുന്നായിരുന്നു. അതിന് ശേഷം ഞാൻ ചോറും മെഴുക്കുവരട്ടിയും കുറച്ചച്ചാറും. മീനെടുത്തില്ല ഞാൻ. ഇന്ന് വെള്ളച്ചോറാണ് ഞാൻ വെച്ചത്, എളുപ്പം വേകാൻ വേണ്ടിയിട്ട് വെച്ചാണ്. താമസിച്ച് വരുന്നു ചോറ് വയ്ക്കാൻ. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ എളുപ്പം വേഗണ്ടായോ. ഞാൻ റൈസ് കുക്കറിലല്ല വെക്കുന്നത്. ചുമലച്ചോറ് ഭയങ്കര താമസമാണ്. പിന്നെ വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ച്. മീനൂട്ടം വിളക്കൊക്കെ കത്തിച്ചായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ചെല്ലാം റെഡി ആയായിരുന്നു. കുറച്ച് കാച്ചിലും പിന്നെ ചേമ്പ്, പിന്നെ നമുക്ക് വേണ്ട ചേമ്പ് വേണേ എല്ലാം കൂടെ അരിഞ്ഞു അരിഞ്ഞു. മീനുവിന് ഇത് വലിയ അത്ര പിടുത്തമൊന്നും അല്ല. പിന്നെ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ പിന്നെ അതങ്ങ് ശരിയാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എളുപ്പം അതും ഞാൻ പുഴുങ്ങിയെടുത്തു. കുക്കറിൻ്റെ അകത്തിട്ടാണ് പുഴുങ്ങിയത്. അതാകുമ്പോഴത്തേക്ക് എളുപ്പം അങ്ങ് വെന്ത് കിട്ടുമല്ലോ എന്നോർത്ത്, ചേനയുള്ളതുകൊണ്ട്. പിന്നെ അതിന് മുളക് ചമ്മന്തി ഞാൻ റെഡിയാക്കി. അങ്ങനെ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി അത് ചേനയും ചേമ്പും മധുരക്കിഴങ്ങൊക്കെ വേകേണ്ട താമസം കഴിക്കാനായിട്ട്. നല്ല ചോറുണ്ട്, സ്പൂൺ എടുക്കാം. എനിക്ക് ചേന ഭയങ്കര ഇഷ്ടമാണ്. മീനുവേ വാ. ഒരു ചേമ്പ് കൊടുത്ത് ഒരു മധുരക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ട്. വേണ്ടേ എടുത്ത് ഇനി നമുക്ക് നമ്മുടെ ചമ്മന്തി. വെള്ളം വരുന്നുണ്ടോ കൈക്കുടി? നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇവിടെ തന്നെ കഴിച്ചാൽ ചേന
ചമ്മന്തിയിലോട്ടങ്ങ് മുക്കണം. നല്ല ചൂടാ. ആഹാ, ഒരു നല്ല ചേന കേട്ടോ, നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ചൂടുണ്ട്, എളുപ്പം തിന്നാൻ പറ്റുന്നില്ല. ഈ ചേമ്പ് ഇഷ്ടമാണോ നിങ്ങൾക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേമ്പ്. ചേന കാച്ചിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. കപ്പ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്, ടാറ്റാ.